ലോകത്ത് ഒരു പ്രാദേശിക ഇലക്ഷൻ കഴിഞ്ഞാൽ വോട്ടെണ്ണാൻ ഒരു മാസമൊക്കെ എടുക്കുന്നത് വേറൊരിടത്തുമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ചരിത്രം, ഒരു റെക്കോർഡ് പോലെ കരുതണം. അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നമഭാഗം പറയണം. വാസ്തവം പറഞ്ഞാൽ കേരളത്തിലെ ഇലക്ഷൻ ഏത് രീതിയിൽ വന്നാലും അത് ബംഗാളിനെ ബാധിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മഹാരാഷ്ട്രയെ ബാധിക്കാൻ പോകുന്നില്ല, ഈ തെലങ്കാനയെ ബാധിക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യം ബുദ്ധി ഇലക്ഷൻ കമ്മീഷണർമാർക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. നേരെ മറിച്ചൊരു ലോകസഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും ഇലക്ഷൻ്റെ റിസൾട്ട് ഒരേ സമയത്ത് വരണം. അതുപോലെയല്ലല്ലോ പ്രാദേശിക ഇലക്ഷൻ. കേരളത്തിലെ പ്രാദേശിക ഇലക്ഷൻ്റെ ഫലത്തിന് മറ്റൊരു സ്റ്റേറ്റിലെ ഫലവുമായിട്ട് ഒരു ബന്ധവും വരാൻ സാധ്യതയില്ല, ഒരു ബന്ധവും ഉണ്ടാവേണ്ട കാര്യവുമില്ല. കാരണം രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് ഇലക്ഷൻ നടക്കുന്നത്, പ്രാദേശിക കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നീട്ടിവെച്ചതിൻ്റെ മാനദണ്ഡം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളൊക്കെ ഇവിടെ കാരണം പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയിൽ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ റിസൾട്ട് വരും. അലാസ്കയിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഇവിടെ റിസൾട്ട് വന്നു കഴിഞ്ഞിരിക്കും. അലാസ്കയിലെ വോട്ടർമാർക്ക് പ്രസക്തി പോലും അപ്പോഴത്തേക്ക് ഇല്ലാതായി പോകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ഫലം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീടാണ് ഈ തപാൽ വോട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് എണ്ണുന്നത്. ആവശ്യമില്ലെങ്കിൽ അത് എണ്ണുക പോലുമില്ല. ആ രീതിയിൽ പലയിടത്തും കാണാറുണ്ട്, എല്ലായിടത്തുമല്ല. തപാൽ വോട്ടുകൾ ആദ്യം ഇടുന്ന സ്ഥലങ്ങളും ചിലയിടങ്ങളിൽ കാണാറുണ്ട്. എന്തായാലും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇലക്ഷന് ഇത്ര വലിയൊരു സസ്പെൻസ് കൊടുത്ത് ഇത്ര വലിയൊരു നീട്ടി വെക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു, അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഫലം വരുന്നതിന് എന്തായാലും ഈ ഫലം വരാൻ വൈകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാം ആങ്ഷ്യസായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ആകാംക്ഷ എന്താണ്? പിണറായി സർക്കാർ വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളതാണ് ആകാംക്ഷ. അപ്പോൾ പിണറായി സർക്കാർ തിരിച്ചു വരരുത് ഞാൻ സംസാരിച്ച മിക്കവരും ആഗ്രഹിക്കുന്നതാണ്. നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നതാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു തവണ കൂടി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊന്നായി പോവും, കമ്മ്യൂണിസ്റ്റ് അല്ലാതായി തീരും. ബംഗാളിൽ നമ്മളത് കണ്ടതാണ്. ആ അവസ്ഥ ഇവിടെ ഉണ്ടാവരുത്. നമുക്ക് അത്യാവശ്യം വഴക്കുണ്ടാക്കാനും അടിപിടി ഉണ്ടാക്കാനും തയ്യാറുള്ള ചെറുപ്പക്കാരടങ്ങിയ DYFIയും SFIയും ഒക്കെയാണ് വേണ്ടത്. അതല്ലാതെ ഈ ഭരണത്തെ ന്യായീകരിക്കുകയും ഭരണക്കാരെന്ത് ചെയ്താലും അതിനെ സ്തുതി പാടുകയും ചെയ്യേണ്ട ഒരവസ്ഥ അത് KSUക്കാർക്ക് വന്നുപോയി. ആ ഭരണത്തിൻ്റെ ഒരു ഭാഗം പോലെ അവർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി വന്നു. ഒരു കാലത്ത് അവരും വലിയ തീവ്ര വിപ്ലവകാരികളായിരുന്നു, പക്ഷേ മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ അതേ മാറ്റം SFIക്കാർക്കും ഉണ്ടാവും. ഒരു തവണയോട് ഭരണം കിട്ടിയാൽ അത് കഴിഞ്ഞാൽ ഒരു തവണയോട് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷം തന്നെ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണല്ലോ നമ്മൾ ബംഗാളിൽ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും പിണറായി വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ പല മണ്ഡലങ്ങളും തിരിച്ച് പല കാര്യങ്ങളും ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ വോട്ട് കുത്താൻ ചെല്ലുമ്പോൾ നമുക്ക് പലവിധ അരിശങ്ങളും ദേഷ്യങ്ങളും കാണും, അവനെയൊക്കെ ശരിപ്പെടുത്തി കളയാവുന്നത്. പക്ഷേ വോട്ട് കുത്താൻ ചെല്ലുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് വേണ്ട. അപ്പോൾ അത് ആ അവസാന നിമിഷമാണ് നമ്മുടെ ആ തീരുമാനം വരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് വരുന്നത് എന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ്സിൽ UDFിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ പോരാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വാക്ക് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അനുയായികൾ സോഷ്യൽ മീഡിയയിലൊക്കെ അർമാദിക്കുന്നു ഈ തങ്ങളുടെ നേതാവിനെ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി പദത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്ര ശക്തിയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിണറായി സർക്കാർ വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഒന്നും ആകുമില്ലായിരിക്കാം ഒരുപക്ഷെ. കേരളം ഇങ്ങനെ തന്നെ പോകും. കാരണം ഇപ്പം കേരളം ആര് ഭരിച്ചാലും ഈ രീതിയിലൊക്കെ പോകത്തുള്ളൂ. ഈ ഒരു 50 വർഷമായിട്ട് കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യവും നമുക്ക് എടുത്തു പറയാവുന്ന എന്ത് കാര്യമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്? പടയുള്ളത് കേരളത്തിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് അയച്ച് അവിടുന്ന് അവരെ കൊണ്ട് പൈസ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ അതിന് ഏറ്റവും നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മൾ അഭിവൃദ്ധിപ്പെടുത്തണം, മെച്ചപ്പെടുത്തണം. നമ്മൾ ആ രംഗത്ത് കുറച്ചുകൂടെ ശക്തരായി മാറണം. ഒരു കാലത്തൊക്കെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമായിരുന്നു കേരളത്തിൽ. അത് ഇല്ലാതായി മറ്റ് സംസ്ഥാനങ്ങളിൽ. അതിപ്പം നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അതിൽ മുന്നിട്ട് വരുന്നത്. കേരളീയർ പിന്നോക്കം പോയി. അപ്പോൾ ആ സ്ഥിതിക്കൊരു മാറ്റം വരണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ രംഗത്താണെങ്കിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് വരണം. ഈ പുറത്തേക്ക് ആളുകളെ അയക്കണമെങ്കിൽ നമ്മുടെ ആളുകൾ ഏറ്റവും മികവുറ്റവരായി മാറണം. ഏതായാലും കേരളത്തിൽ ഒന്നും നടക്കാനും പോകുന്നില്ല, കേരളത്തിലൊരു കാര്യവും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പം വിദേശം തന്നെയാണ് നമുക്ക് നമ്മുടെ
നമ്മുടെ ലക്ഷ്യവും നമുക്ക് പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും. അപ്പോൾ ആരെങ്കിലുമെങ്കിലും മെച്ചപ്പെടണം. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരില്ല. പിന്നെ മറ്റേ സർക്കാർ വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും വരാൻ പോകുന്നില്ല. നമ്മളെപ്പോലെ ആളുകളിങ്ങനെ ഈ ഒരു രാഷ്ട്രീയമായിട്ടല്ലാതെ ഈ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അടുത്ത ഭരണം വരെ നമുക്ക് അടുത്ത ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം.